ഈ മച്ചന്മാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ഷിപ്പോർട്ടും കാര്യങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ കൊടുത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാളവണ്ടിയുടെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ അപ്ഡേറ്റ്സും കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോ കൊടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നാൽ. അതുപോലെ തന്നെ നമ്മുടെ ടോഗോ മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്ന് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ലിങ്ക് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് കയറി ലിങ്ക് കാര്യങ്ങൾ കോപ്പി ചെയ്യാം. ഇല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ വാട്സപ്പ് ചാനൽ കൊടുക്കും. വാട്സപ്പ് ചാനൽ വന്ന് നിങ്ങൾ കോപ്പി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. കോപ്പി എടുത്തതിന് ശേഷം ഗെയിമിനകത്ത് കയറിയതിന് ശേഷം സെറ്റിംഗ്സ് എടുക്കേണ്ടതാണ്. എന്നിട്ട് ഒരു മോൺ സ്ലോട്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പും കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കും അതിന് ശേഷം പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലേ കൊടുക്കുമ്പോൾ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നുണ്ട്. ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയതിനു ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയതിനു ശേഷം ഞാൻ വീണ്ടും പുറത്തോട്ടിറങ്ങുന്നുണ്ട്. വീട്ടിൽ പുറത്തിറങ്ങിയാൽ എന്ത് കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളും അതുള്ളൂ, ഇല്ലെങ്കിൽ ബഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിനിയാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് മെനു എല്ലാം എടുക്കേണ്ടത്. നമുക്കാണെങ്കിൽ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കാര്യങ്ങളാണ് എടുക്കേണ്ടത്. ഇൻ്റർനെറ്റ് ഓപ്ഷൻ അവിടെ പീസ് ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ നെറ്റും കാര്യങ്ങൾ ഓൺ ചെയ്യേണ്ടതാണ്. നെറ്റ് ഓൺ ചെയ്തതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് ഒന്ന് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാൻ ശ്രമിക്കേണ്ടതാണ്. വീടിൻ്റെ പുറത്തിറങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഫയലും കാര്യം ലോഡഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിലേക്ക് റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഗെയിം കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മെക്ലാറും കാറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ ആണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ നേരെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കാര്യങ്ങളൊക്കെ ചെയ്താണെന്ന് വെച്ചാൽ അതുകൂടെ ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പാടിലായിരുന്നു അതായിരുന്നു. അപ്പോൾ നേരെ നമ്മളാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഇവിടെ നമ്മൾ നേരെ എടുത്ത് നേരെ സ്ട്രെയിറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകുമായിരുന്നു ചെയ്യുന്നത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് എടുത്തിട്ട് നേരെ വന്ന് നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്കിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് നീണ്ട് പുറകിലൂടെ നമ്മുടെ സിറ്റിയുടെ ആ ഒരു ഭാഗത്തായിട്ടൊക്കെ അതിനെ സിറ്റിയുടെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടില്ലെന്ന് പറയുന്നുണ്ട്. നമ്മൾ ടണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടണൽ കഴിഞ്ഞ് നമ്മൾ നേരെ സൈഡിലൂടെ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഇതേ വഴി തന്നെ നിങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണ്, എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ലിങ്ക് കാര്യങ്ങൾ വർക്കാവുന്നുണ്ടില്ലെന്ന് ജസ്റ്റ് നോക്കിയിട്ട് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഫൈനലി നമ്മളാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അവിടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കിട്ടിയോ വരുന്ന കമൻസും കാര്യങ്ങൾ കിട്ടിയെന്നുണ്ടെന്ന് ചെയ്യേണ്ടതാണ്. കിട്ടാത്തവർ എന്താണ് റീസണും കൂടി പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ലിങ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ ലിങ്ക് പുതിയതായിട്ട് റിഫ്രഷ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഗെയിമിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ്സ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവരും ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ കാരണം പുതിയ വന്നിട്ടുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അവർക്കൂടെ സെറ്റ് ചെയ്തോട്ട് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്ലാറ്റ്ഫോം, സെക്കൻഡ് പ്ലാറ്റ്ഫോം എന്ന കാര്യങ്ങളൊക്കെ വന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാനിവിടുന്ന് മണ്ടയ്ക്കൂടെ കയറി ഞാനിവിടുന്ന് ഓടുന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇനി പുതിയൊരു റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഒറിജിനൽ റിയാലിറ്റി പോലെ ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിലത്തെ മോഡൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് കമൻസ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അല്ലെങ്കിൽ കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കമൻസ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഡെവലപ്മെൻറ്റ് സംസാരിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്ന രീതിയിൽ അറിയിക്കുന്ന
ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കാളവണ്ടിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളുണ്ടാക്കി. അപ്പോൾ ഈ കാളവണ്ടി എപ്പോഴാണ് കിട്ടുന്നത്, ലിങ്കായിട്ടല്ലേ വരുന്നത് എന്നൊക്കെ കുറേ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഡെവലപ്പർ കാര്യങ്ങൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പർ പറഞ്ഞ് ഇതിൽ കുറച്ച് റിയലിസ്റ്റിക്കും കാര്യങ്ങളും വർക്കും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ ടൈം ആകുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മളോട് ഡെവലപ്പറും കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റിലാണ്. നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഗസ്റ്റിലേക്കാണ് കിട്ടാൻ പോകുന്നത്. ആഗസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോടെ ആയിരിക്കും നമുക്ക് എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാൻ പോകുന്നത്. ഈ പറഞ്ഞൊരു ലീക്സ് വെച്ചിട്ട് സെക്കൻഡ് വീക്കിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്ഡേറ്റ്സിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മുടെ കാളവണ്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു കാളവണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഫിനിഷ് ആയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ കയറിയിരുന്നപ്പം അത് ഓടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കാറിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്നാൽ പക്ഷേ നമുക്കിവിടെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു കയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അപ്പം അത് നമ്മൾ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊന്ന് ഡെവലപ്പറിനോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിനും കൂടി വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും കാര്യമാണ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതാണ് നമ്മുടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര പേർക്ക് ഈ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാളവണ്ടിക്ക് വല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളും വേറെ എന്തെങ്കിലും ഐറ്റമും കാര്യങ്ങളും വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് കാറിൻ്റെ ട്രാക്കും കാര്യങ്ങളാണ് ഇതിന് കിട്ടുന്നത്. നമുക്ക് കാറും ബൈക്കൊക്കെ ഓടിക്കുമ്പം ആരോസും കാര്യങ്ങളൊക്കെ ഇല്ല, ആ ഒരു ട്രാക്ക് വൈസ് ആയിരിക്കും നമുക്കിതിനും കിട്ടുന്നത്. അപ്പോൾ ഇതിന് വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതിൻ്റെ ഒരു ലുക്ക് വൈസ് മാത്രം കുറച്ച് വ്യത്യാസം വന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും റൈഡിങ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഒരേ രീതി തന്നെ ആയിരിക്കും നമ്മുടെ കാളവണ്ടിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് എപ്പോഴാണ് വരുന്നതെന്നും കൂടെ നമ്മൾ പറഞ്ഞു തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ് സെക്കൻഡ് വീക്കോടെ തന്നെ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് മന്ത്. അപ്പം ആ ഒരു അപ്ഡേറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടുമെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അറിയിച്ചിട്ടില്ല നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ച് അതുകൂടെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ്. ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പം നിലവിൽ നമുക്ക് അറിയാൻ പറ്റിയത് കാളവണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന അപ്ഡേറ്റ്സിനകത്ത് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. നമുക്ക് അറിയാൻ പറ്റിയ ലീക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡെവലപ്പറിനോട് സംസാരിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെന്ന് കുറേ പേര് എന്നോട് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്തായിരുന്നു. അന്ന് നമ്മൾ മിനിഞ്ഞാന്ന് സ്പൈഡർമാൻ്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങൾ കാണിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ക്യാരക്ടറിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങൾ എന്താ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. നമുക്കാണെങ്കിൽ ഹൾക്കിനാണെങ്കിൽ പവറും കാര്യങ്ങളും കൊടുത്തു, സൂപ്പർമാനും പവറും കാര്യങ്ങളും കൊടുത്ത പോലെ നമ്മുടെ സ്പൈഡർമാനും ഒരു പവറും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയതിന് ശേഷം അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടോഗോയുടെ ഒരു ചാലഞ്ച് മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഈ ടോഗോയുടെ ചാലഞ്ച് മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം കമൻറ്റും കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു സാധനം കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് ചാലഞ്ച് മോഡിനകത്ത് നമുക്ക് ഇത്ര ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസിൻ്റെ കൂടെ തന്നെ നമുക്ക് അതുകൂടെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട്. ജസ്റ്റ് അവിടെ കമൻറ്റിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അതും കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇത് അറിയിച്ചായിരുന്നു. ആ അപ്ഡേറ്റിലോട്ട് വരുമോ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ പക്ഷേ അത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ മൾട്ടിപ്പിളായിട്ട് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്തതിൻ്റെ കാര്യമില്ല. എല്ലാവരും കൂടെ ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ കമൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇത്രയും ദിവസം കാണിച്ച വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റംസും കാര്യങ്ങളും, നമ്മൾ കാണിച്ച ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പം അത് വേണമെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ സംസാരിച്ച് നമ്മളത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസും കാര്യങ്ങളും വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതോട് കമൻറ്റ് ചെയ്തേക്ക്. നമ്മളതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കുറേ പേര് സൂപ്പറ BM ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ നമുക്ക് ഈ വർക്കും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ മോഡൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളും ഇപ്പം നിലവിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ അതിന് വരുന്നത്. അപ്പോൾ ഓരോരുത്തരും അതിനായിട്ടുള്ള മോഡൽസ് കാര്യങ്ങൾ നമ്മൾ നെറ്റിൽ കിട്ടണം. നെറ്റിൽ കിട്ടുമ്പോഴേക്കും നമ്മളത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്താൽ
അപ്പോൾ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം ഇതിനൊക്കെ ബ്ലെൻഡ് മോഡ് എന്നൊക്കെ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തിട്ടായിരിക്കും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഈ ബ്ലെൻഡ് മോഡും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. ബ്ലെൻഡ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു PC-ക്കകത്തുള്ളൊരു ആപ്ലിക്കേഷൻ കാര്യമാണ്. ആ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇതിനകത്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇപ്പോൾ GTA 5 നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാത്ത രീതിയിൽ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ബ്ലെൻഡ് മോഡിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു മോഡിലിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടൊക്കെയാണ് നമ്മുടെ മോഡും കാര്യങ്ങളും ഇട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് തരുന്നത്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫിക്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്തായാലും ഇട്ട് തരും ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇനി എന്താണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ കമൻറ്റ് അനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതോടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ മറക്കരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇത്രയും വീഡിയോസ് ഇട്ടതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൂടെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഐറ്റം മാത്രം പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ ഒരാൾ തന്നെ മൾട്ടിപ്പിളായിട്ട് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ അത് കൊണ്ടുവരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടെ നിങ്ങൾ രണ്ടുപേരോട് ഒന്ന് കമൻറ്റ്സ് ചെയ്താലും എങ്ങനെ ആയാലും മതി. എന്തായാലും അതും കൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് എന്തൊക്കെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി അതും കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നെക്സ്റ്റ് അപ്ഡേറ്റ്